കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. AEOയിൽ നിന്ന് വിശദീകരണം തേടും. മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ AEOയിൽ നിന്ന് വിശദീകരണം തേടും. തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന തുടർ നടപടിയാണ് ഇത്. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ്. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. മാനേജ്മെന്റ് നടപടി എടുക്കണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് ആ രീതിയിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാന അധ്യാപികയുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 4 പഞ്ചായത്തുകളുടെ പ്രതിനിധികൾ അടങ്ങുന്ന 11 അംഗ കമ്മിറ്റിയാണ് ഈ മാനേജ്മെന്റ്. ആ മാനേജ്മെന്റിനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ. അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടി. ഉടനടി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ്. എന്തൊക്കെ കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്? ലക്ഷ്മി, ഇക്കാര്യത്തിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാന അധ്യാപികയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഈ സ്കൂളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നിർദ്ദേശിച്ചിരുന്ന മാർഗരേഖ അത് പൂർണ്ണമായും അവഗണിച്ചു. സ്കൂളിൽ അതിന്റെ സുരക്ഷ ഉറപ്പാക്കണം, ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. ആ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം അത് സ്കൂൾ മാനേജ്മെന്റിന് നൽകുകയാണ് ചെയ്യുക. സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കേണ്ടത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്കൂളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി. ഒപ്പം തന്നെ സ്കൂളിലെ AEയിൽ നിന്ന് വിശദീകരണം തേടാനും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അധിക ചുമതലയുള്ള കൊല്ലം DEO ആന്റണി പീറ്ററിനോടാണ് വിശദീകരണം തേടുക. നടപടി എടുക്കാത്തതിനുള്ള കാരണം ചോദിച്ച് മാനേജ്മെന്റിനും നോട്ടീസ് നൽകും. 3 ദിവസത്തിനകം മറുപടി നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ KSEB ലൈൻ അപകടമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടും അത് മാറ്റി സ്ഥാപിക്കാത്തതിൽ, ഒപ്പം സ്കൂളിലെ സൈക്കിൾ ഷെഡ് അത് അവിടെ നിന്ന് അത് യാതൊരുവിധ സുരക്ഷാ കരുതലുകളും ഇല്ലാതെ ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമായിരിക്കും മാനേജ്മെന്റിന് നൽകുക. അർജുൻ, ഇതൊരു അച്ചടക്ക നടപടിയാണ്. വകുപ്പ് തലത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കപ്പെടുന്നു. അതിനുമപ്പുറം മറ്റെന്തെങ്കിലും നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഈ വീഴ്ചയെ അത്തരത്തിൽ കൂടി തന്നെ വേണ്ടേ കാണേണ്ടത്? സത്യത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായ കേസാണിത്. വലിയ വീഴ്ച തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. വലിയ പാളിച്ച തന്നെയാണ്, ശ്രദ്ധക്കുറവ് തന്നെയാണ്. മറ്റെന്തെങ്കിലും നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ?
ലക്ഷ്മി, സ്കൂളിലെ അധ്യാപകർ എന്നിവർക്ക് പുറമെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതായത് പ്രധാനപ്പെട്ടത് ഈ ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന അത് കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ട്. അതായത് 10 വർഷത്തോളമായി KSEB ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കൂടെ പോവുകയാണ് എന്ന് മാത്രമല്ല, അത് ആദ്യം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് പ്രഥമ ഉത്തരവാദിത്തമാണ്. ഒരു സ്കൂളിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രധാന ഉദ്യോഗസ്ഥർ ആ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തുന്ന ആളുകൾ ഇവരുടെയൊക്കെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് കോമ്പൗണ്ടിനകത്ത്, സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കൂടെ KSEB ലൈൻ പോകരുത് എന്നുള്ളത്. അത് പാലിക്കപ്പെട്ടില്ല. 10 വർഷത്തോളമായി അങ്ങനെ തന്നെ അവിടെ തുടരുകയാണ്. രണ്ടാമത്തേത്, അവിടെ ഒരു സൈക്കിൾ ഷെഡ് വരുന്നു. ആ സൈക്കിൾ ഷെഡ് ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല അത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഈ KSEB ലൈനിനോട് തൊട്ട് താഴെയായി തന്നെ അതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇതിന് ഫിറ്റ്നസ് നൽകുന്ന, ഇവിടെ സുരക്ഷാ പരിശോധന നടത്തുന്ന ആളുകൾക്കൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ആ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂളിലെ അധ്യാപകർ എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്കൂളിലെ അധ്യാപകർക്ക് മാത്രമായിട്ടുണ്ടായിട്ടുള്ള നടപടിയായിട്ട് കാണാൻ കഴിയില്ല. അവിടെ ഫിറ്റ്നസ് പരിശോധന നടത്തേണ്ട, അവിടെ സുരക്ഷാ ഓഡിറ്റ് നടത്തുന്ന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ വരുന്നതാണ്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് സ്വാഭാവികമായും വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള നടപടി കൂടി ഉണ്ടാകും. ഒപ്പം തന്നെ KSEB ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിൽ പോകരുത് KSEB ലൈൻ എന്നുള്ള പൊതു തത്വം തന്നെ, പൊതു മാർഗനിർദ്ദേശം തന്നെ നിലനിൽക്കെ എങ്ങനെയാണ് 10 വർഷമായി ഒരു KSEB ലൈൻ ഒരു സ്കൂൾ കോമ്പൗണ്ടിലൂടെ പോകുന്നത്, അതും പരിശോധനയ്ക്ക് വിധേയമാണ്. അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വിഷയത്തിൽ.